ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടത്തീലിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഞാൻ 4 മുട്ട പുഴുങ്ങാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാള ഉള്ളിയുടെ തൊലി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട പൊട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു 3 വിസിൽ അടുപ്പിക്കാം. അപ്പോഴത്തേക്കും മുട്ട വെന്ത് കിട്ടും. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് തേങ്ങ തിരിങ്ങിയതും പെരിഞ്ചീരകം, കറിവേപ്പില, കുറച്ച് കൊച്ചുള്ളി ഇത്രയും കൂടി ഇട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് വേണം തേങ്ങ വറുക്കാനായിട്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ആ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂട് മാറുമ്പോഴത്തേക്കും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് കൊച്ചുള്ളി, ഒരു കുഞ്ഞ് തക്കാളി, 2 പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിത് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ജാറ് കഴുകിയ വെള്ളം, പിന്നെ നിങ്ങൾക്കിപ്പോൾ ചാറിൻ്റെ അനുസരിച്ച് വെള്ളം ചേർക്കാം. അപ്പം ഞാനിപ്പോൾ എനിക്ക് വേണ്ടുന്ന അത്രയും വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് തിള വന്നപ്പോഴാണ് അടച്ച് വെച്ചത്. പിന്നെ അതിലേക്ക് നമ്മൾ പുഴുങ്ങിയ 2 കഷ്ണമാക്കിയ മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വീണ്ടും ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടത്തീൽ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്